അപ്പം നമ്മുടെ വേലയൊക്കെ നല്ല ഗംഭീരമായിട്ട് കഴിഞ്ഞു. ഞങ്ങൾ കാലത്ത് ഇതാ തൊഴാനായിട്ട് അമ്പലത്തിലേക്ക് പോവുകയാണ്. തലേന്ന് ദിവസം നമ്മുടെ വേലയുടെ തലേ ദിവസം വരെ നല്ല മഴയായിരുന്നു. പക്ഷെ എന്തായാലും ഞങ്ങൾക്ക് വേല ദിവസം ഇന്നും മഴ പെയ്തിട്ടേ ഇല്ല. അപ്പോൾ ഇതാ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ മുല്ലപ്പൂ ഇല്ലാതെ എങ്ങനെയാണല്ലേ അമ്പലത്തിനകത്തേക്ക് കയറുക. അപ്പോൾ കുറച്ച് മുല്ലപ്പൂ ഒക്കെ മേടിക്കാം. അപ്പം നമ്മൾ തൊഴുതിറങ്ങി. ഇനിയിപ്പോൾ പൊന്നൂസിന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. കുറച്ച് നേരം വൈകി നമ്മൾ. അപ്പോൾ അത് കാരണം വലിയ തിരക്കൊന്നുമില്ല. തിരക്കൊക്കെ ഒരുവിധം കമ്മിയായിട്ടുണ്ട്. നോക്കുക, കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോവാം. വെയിലൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും പോട്ടെ, വെയിലല്ലേ, കുഴപ്പമില്ല. മഴയില്ലാണ്ടിരിക്കണമെന്നായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന. നമ്മുടെ വേലിൻ്റെ തലേന്ന് വരെയാണല്ലോ മഴ പെയ്തത്. അപ്പോൾ ഇന്ന് ഇല്ല, മഴേൻ്റെ ലക്ഷണമൊന്നും കാണാനില്ല. ഇന്നും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഒന്ന് മേടിച്ച് അടിച്ചു പൊളിക്കാം. അപ്പോൾ ഇതാ വരുമ്പോൾ കൂളിംഗ് ഗ്ലാസ് കണ്ടു. പൊന്നൂസ് എന്തായാലും കൂളിംഗ് ഗ്ലാസ് കണ്ടാൽ വിടില്ലല്ലോ. പൂരത്തിന് മേടിച്ചത് അവിടെ ഇരിക്കുന്നുണ്ട്, എങ്കിലും ഒന്ന് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് കുറച്ച് ഹൽവയും പൊരിയൊക്കെ മേടിക്കാം. അമ്മയും അച്ഛനും അവരൊക്കെ വീട്ടിലുണ്ട്. അപ്പോൾ എന്തായാലും കുറച്ച് മേടിച്ചിട്ട് പോവാം. ഇനിയിപ്പോൾ ഐസ്ക്രീം കണ്ടാൽ വിടില്ലല്ലോ. ഇനിയിപ്പോൾ ഓരോ ഐസ്ക്രീം കഴിച്ചതിന് ശേഷം നമുക്ക് തിരിച്ചു പോവാം. എന്താ പൊന്നൂസിൻ്റെ മുഖം? ഇവിടെ വരുമ്പോഴേക്കും അമ്മ ദോശയും സാമ്പാറും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊക്കെ കഴിച്ചതിന് ശേഷം നമുക്ക് അടുത്ത പണി തുടങ്ങാം. അപ്പോൾ നമുക്കിനി ഉച്ചയ്ക്കേക്കുള്ള ഭക്ഷണത്തിൻ്റെ കാര്യം നോക്കാം. ചിക്കൻ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു മോനേട്ടൻ. അപ്പം ഇനി നമുക്കിത് ഒന്ന് മസാലയൊക്കെ പിടിപ്പിച്ചിട്ട് ചിക്കൻ കറി ഉണ്ടാക്കാം. പൊന്നൂസിന് ചിക്കൻ ഇല്ലാണ്ട് പറ്റില്ലല്ലോ. ഇന്നലെ പിന്നെ സദ്യയായിരുന്നു. നമ്മൾ വേല ദിവസവും പൂരം ദിവസവും ഒന്നും നമ്മൾ എന്തായാലും നോൺ വെജ് ഒന്നും വെക്കില്ല. അതൊക്കെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നോൺ വെജ് ഞാൻ വെക്കാറുള്ളൂ. ഞങ്ങൾ കാവശ്ശേരി വീട്ടിലും അങ്ങനെ തന്നെയാണ്. ഞാൻ ഇവിടെ വന്ന പിന്നെയും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പം നമ്മൾ ഇന്ന് ചെറിയൊരു പണ്ടത്തെ കാര്യം റീക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ പണ്ട് വേല കഴിഞ്ഞ് പിറ്റേ ദിവസം എല്ലാവരും സിനിമയ്ക്ക് പോകുന്നൊരു കാര്യമുണ്ട്.
അപ്പോൾ നമ്മൾ ഇന്ന് സിനിമ കാണാൻ പോവുകയാണ്. അപ്പോൾ അച്ഛൻ ചിക്കൻ വാങ്ങാൻ ടൗണിൽ പോയപ്പോൾ തന്നെ സിനിമ കാണാനുള്ള ടിക്കറ്റൊക്കെ റെഡിയാക്കിക്കൊണ്ട് അച്ഛൻ്റെ കയ്യിൽ കൊടുത്തു. അപ്പോൾ തന്നെ അച്ഛൻ ഞെട്ടിപ്പോയി. കാരണം കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് എല്ലാവരും കൂടി ഒരുമിച്ച് തിയേറ്ററിൽ പോയി സിനിമ കണ്ടത്. അപ്പോൾ ഫുഡൊക്കെ റെഡിയായി വരുമ്പോഴേക്കും സമയമായിട്ടുണ്ട്, 2 മണി ആയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് കഴിക്കണം. പൊന്നൂസ് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അവൾ വരുമ്പോഴേക്കും ഞങ്ങളുടെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിയാറായി. അങ്ങനെ നമ്മൾ തിയേറ്ററിൽ എത്തിയിട്ടുണ്ട്. മോനോട്ടം കഴിക്കാൻ എന്തൊക്കെയോ മേടിക്കാനായിട്ട് അപ്പുറത്ത് പോയിരിക്കുകയാണ്. കല്യാണത്തിന് മുന്നേ ഇതുപോലെയാണ്. വേലയ്ക്ക് വന്നു കഴിഞ്ഞാൽ വേല കഴിഞ്ഞ് പിറ്റേ ദിവസം റിലേറ്റീവ്സ് എല്ലാവരും ഉണ്ടാവും. 2-3 ഓട്ടോ ഒക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ ഒരു ഫിലിമൊക്കെ കാണാൻ വരാറ്. അതൊക്കെ കഴിഞ്ഞിട്ടേ തിരിച്ചു പോകാറുള്ളൂ. ഇപ്പോൾ അച്ഛനും അമ്മയ്ക്കൊക്കെ പ്രായമായി. അപ്പോൾ അവർക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു സന്തോഷം ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഞാനൊരു പോപ്കോൺ മേടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മോനോട്ട് അത് മാത്രം മേടിച്ചിട്ടില്ല, മകൾക്ക് ഇഷ്ടമുള്ള എല്ലാ സാധനങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷമാണ് അച്ഛൻ്റെയും അമ്മേൻ്റെയും കൂടെ ഞങ്ങൾ ഇങ്ങനെ ഒരു സിനിമ കാണാനിരിക്കുന്നത്. അച്ഛനൊക്കെ ഇടയ്ക്ക് പോയി തിയേറ്ററിൽ പോയിട്ട് സിനിമയൊക്കെ കാണാറുണ്ട്. പക്ഷെ അമ്മ അങ്ങനെ പോകാറില്ല. വീട്ടിൽ TV കണ്ടിട്ട് മൂപ്പര് അങ്ങനെ ഇരിക്കും. പുറത്തൊന്നും പോയിട്ടില്ല കുറേ നാളായി. അപ്പോൾ പൊന്നൂസാണ് ഇപ്രാവശ്യം നിർബന്ധിച്ചിട്ട് അവരെ കൂടെ കൂട്ടിക്കൊണ്ട് വന്നത്. എന്തായാലും സന്തോഷമായി. അപ്പോൾ ഇൻ്റർവെൽ ആയിട്ടുണ്ട്. അപ്പോൾ അമ്മനോടൊക്കെ ചോദിച്ചു, നിർബന്ധിച്ചിട്ട് പൊന്നൂസ് കൊണ്ടുവന്നതല്ലേ, അപ്പോൾ സിനിമ ഇഷ്ടമായി പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായി. ഒരേ ചിരിയായിരുന്നു ഇത്ര സമയം. ഞങ്ങളെല്ലാവരും നല്ലോണം എൻജോയ് ചെയ്തു. അങ്ങനെ സിനിമയൊക്കെ കണ്ട് ഞങ്ങളെല്ലാവരും നന്നായി എൻജോയ് ചെയ്തു. അച്ഛനെയും അമ്മനെയൊക്കെ കൊണ്ടുവന്നിട്ട് മോശമാകുമെന്ന് വിചാരിച്ചു. സൂപ്പർ സിനിമ, നല്ലവണ്ണം ചിരിക്കാനും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ വർഷത്തെ വേലയുടെ ആഘോഷങ്ങൾ ഇതോടുകൂടെ അവസാനിക്കുകയാണ്. അപ്പോൾ പാലക്കാട് ജില്ലയിലെ വേല പൂരം ആഘോഷങ്ങൾക്ക് അവസാനം കുറിക്കുന്ന ഒരു വേലയാണ് നമ്മുടെ മംഗലം വേല. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത വർഷം വേലയ്ക്ക് ഇതേപോലെയുള്ള ആഘോഷങ്ങളായിട്ട് വരാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. താങ്ക് യു.